എസ്എഫ്ഐക്ക് കുറെ കാലമായി കാര്യമായി സമരമൊന്നുമില്ല. സമരസാന്ദ്രമായ ദിനങ്ങളെന്ന കാവ്യഭംഗി പ്രയോഗമൊക്കെ ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോഴേ അവസാനിച്ചു. സ്വാശ്രയ കോളേജുകൾ പൂട്ടിപ്പോയതുകൊണ്ടോ ഫീസ് സൗജന്യമാക്കിയത് കൊണ്ടോ ഒന്നുമല്ല. LDF സർക്കാർ വന്നതുകൊണ്ടാണ് വൻ സമരങ്ങളൊന്നും ചെയ്യാൻ കഴിയാത്തത്. സമരമില്ലായ്മയുടെ പ്രതിസന്ധി കാലം മറികടക്കാൻ ഇപ്പോഴത്തെ ഗവർണറുടെ രൂപത്തിൽ വഴി തുറന്നിരിക്കുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഭരണഘടന ലംഘിച്ചുവെന്ന് ആരോപിച്ച് ഇന്ന് പഠിപ്പ് മുടക്കായിരുന്നു. സമരം വിജയിപ്പിക്കാൻ എന്ന പോലെ രാജ്ഭവന്റെ അതിസുരക്ഷാ മേഖല വരെ സഖാക്കൾക്കായി പോലീസ് വഴി തുറന്നുകൊടുത്തു. പേരിനൊരു ജലപീരങ്കി പ്രയോഗവും. സമരങ്ങളോട് പോലീസിന് രണ്ട് സമീപനമാണോ? പ്രതിപക്ഷ സംഘടനകളെ അടിച്ചൊതുക്കുമ്പോൾ ഭരണാനുകൂല സംഘടനകൾക്ക് ബാരിക്കേഡ് മാറ്റിക്കൊടുക്കുകയാണോ? അമൽ തേനമ്പറമ്പിൽ നൽകും അവിടെ എന്താണ് സംഭവിച്ചത് എന്ന വിവരങ്ങൾ. ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി SFI നടത്തിയ മാർച്ചിലാണ് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയുണ്ടായത്. രാജ്ഭവന് മുന്നിലേക്ക് പ്രവർത്തകർ എത്തുന്നതുവരെ കാര്യങ്ങളെത്തി. ബാരിക്കേഡ് മറികടന്നു പോയ പ്രവർത്തകരെ തടയാൻ പോലീസിനായില്ല. മാത്രമല്ല കാര്യമായ പ്രതിരോധം ഒരു സമയത്തും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ആദ്യഘട്ടത്തിൽ SFI സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും അടക്കമുള്ള നേതാക്കൾ ബാരിക്കേഡ് മറികടന്ന് രാജ്ഭവന് മുന്നിലേക്കെത്തി. അതോടൊപ്പം തന്നെ തൊട്ടു പിന്നാലെ ബാരിക്കേഡ് ചാടിക്കിടന്ന് കുറേയധികം പ്രവർത്തകരും അതോടൊപ്പം തന്നെ പിന്നീട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ ബാരിക്കേഡിന് സൈഡിലൂടെ രാജ്ഭവന് മുന്നിലേക്ക് പോകാനുള്ള വഴി തുറന്നിട്ട് കൊടുത്തു പോലീസ്. എന്തായാലും പ്രവർത്തകർ മുഴുവനും രാജ്ഭവന് തൊട്ട് മുന്നിലേക്ക് വരെ എത്തുന്ന സ്ഥിതി ഉണ്ടായി. ഈ സമയത്താണ് ഗവർണർ അതുവഴി മെഡിക്കൽ കോളേജിൽ നിന്നും മടങ്ങിയെത്തി രാജ്ഭവനിലേക്ക് മടങ്ങിയെത്തുന്നത്. ഇത്ര വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടും ഈ വിഷയത്തിൽ കാര്യമായ പരിശോധനയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലോ ആ സമയത്ത് ഉണ്ടായില്ല. പോലീസ് ഒരു വിധത്തിലും പ്രവർത്തകർക്ക് നേരെ ബലപ്രയോഗം നടത്താൻ തയ്യാറായില്ല. സാധാരണ നിലയിൽ രാജ്ഭവന് ഏകദേശം 200 മീറ്റർ മുൻപ് വെച്ച് തന്നെ ബാരിക്കേഡ് കെട്ടി പ്രവർത്തകരെ തടയുന്നതാണ്. അത് ആരുടെ മാർച്ചായാലും അങ്ങനെ തടയുന്നതാണ്. കഴിഞ്ഞ ദിവസം DYFI മാർച്ച് വന്നപ്പോഴും സമാനമായി തന്നെ അങ്ങനെ ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് അതുണ്ടായില്ല. പ്രവർത്തകർ കാര്യമായ പ്രകോപനം ഉണ്ടാക്കില്ല എന്ന ഉറപ്പ് നൽകിയിരുന്നു. അതിനാൽ കയറ്റി വിട്ടു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഗവർണറുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിലുള്ള പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതീവ സുരക്ഷാ മേഖലയിലാണ് ഇത്തരത്തിലുള്ള വീഴ്ച ഉണ്ടായത്. അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം നോക്കി നിൽക്കുമ്പോൾ പ്രവർത്തകർ എങ്ങനെ ബാരിക്കേഡ് മറികടന്ന് ബാരിക്കേഡിന് സൈഡിലൂടെ അവിടേക്ക് എത്തി, അതിനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ ഗവർണറുടെ പ്രതികരണം അധികം വൈകാതെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.